ഡബിൾ ചാർജ് വാങ്ങിട്ട് പോവാൻ നമസ്കാരം. പോലീസിന്റെ കൺമുന്നിൽ ഓട്ടോറിക്ഷയുടെ ചില്ല് അടിച്ചു തകർക്കുക, കാറ്റ് ഊരിവിടുക, ബൈക്കിൽ പോകുന്ന ആളെ തടഞ്ഞു നിർത്തി താക്കോൽ ഊരിയെടുക്കുക, ജോലിക്ക് പോകുന്നവരെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തുക, കസേരകൾ റോഡിൽ നിരത്തിയിട്ട് ഉപരോധിക്കുക. മറ്റൊരിടത്തും കാണാത്ത വിധത്തിലുള്ള സമരാഭാസമാണ് കേരളം ഇന്ന് കണ്ടത്. സമരം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാതിരിക്കാനും അവകാശമുണ്ടെന്ന് കോടതി അടക്കം ആവർത്തിക്കുമ്പോൾ ആണ് ഈ കോലാഹലങ്ങൾ. സർക്കാർ ജീവനക്കാർ സമരം ചെയ്യരുത് എന്ന് ഹൈക്കോടതി പറയുമ്പോൾ നാളെയും പണി മുടക്കുമെന്ന് യൂണിയൻ നേതാക്കൾ വെല്ലുവിളിക്കുന്നു. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കാണാത്ത സമരവീര്യം. മുംബൈ, ഡൽഹി നഗരങ്ങളിലൊന്നും കാണാത്ത വിധത്തിലുള്ള സമരത്തിന് കേരളം ഇന്ന് സാക്ഷിയായി. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം, അത് വേണ്ടത് തന്നെ. പക്ഷേ 2 ദിവസം ആളുകളെ പൂട്ടിയിടേണ്ട കാര്യമുണ്ടോ? ഈ വിധത്തിലാണോ സമരം ചെയ്യേണ്ടത്? പൊതുവേദി അടുത്ത അരമണിക്കൂർ പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഇങ്ങനെ പണിമുടക്കണോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. ഇതിനോട് യോജിപ്പുള്ളവരുണ്ടാകും, വിയോജിപ്പുള്ളവരുണ്ടാകും, മറ്റൊരു കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ ഉണ്ടാകും. വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0471-354-2100. വാട്സപ്പ് വഴിയും പ്രതികരണം വീഡിയോ ആയി അയക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, 2 ദിവസത്തെ സമരം ഇന്ന് മുഴുവൻ കഴിയണം, രാത്രി കഴിയണം, നാളെ പകലും കഴിയണം, നാളെ രാത്രിയാകണം. സമരത്തെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? നമസ്കാരം സാർ. സമരത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ സമരത്തിന്റെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ സാറേ? എതിർപ്പുള്ളവർക്ക് എതിർക്കാം, അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം, അല്ലാത്തവർക്ക് അതിനെ നിഷേധിക്കാം. അതിന് അധികാരം കൊടുക്കണം. അതാണ് ഇവര് ഫാസിസത്തിനെതിരായിട്ടില്ല ഇപ്പൊ സമരം ചെയ്യുന്നത്. ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഇവർ ഈ സമര മുന്നണികൾ സമരം ചെയ്യുന്നത്. ഇവർ നടപ്പാക്കുന്ന അതിലും വലിയ ഫാസിസ്റ്റ് അല്ലേ? കാരണം അവര് സമരം ചെയ്യുന്ന സമരത്തിന് യോജിക്കാവുന്നവർക്ക് യോജിക്കാം, അല്ലാത്തവർ യാത്ര ചെയ്യുന്നതും ചെയ്തോട്ടെ. അപ്പൊ ഇവർക്ക് മാത്രം എന്തും നടത്താം. അതൊരു തോന്നിയാസാണ് സാർ. വളരെയധികം നന്ദി. ശ്രീ ബെന്നി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ബെന്നി, ഇപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള കർണാടക, അവിടെ ഇന്ന് SSLC 10ാം ക്ലാസ് പരീക്ഷ നടക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാതെ പരീക്ഷ നടക്കുന്നു. നമ്മുടെ ഇവിടെ ഇന്ന് സർക്കാർ ഓഫീസുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. 4000-ത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ആകെ എത്തിയത് 32 പേർ. ഇതാണ് അവസ്ഥ. ബെന്നിക്ക് എന്താണ് പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ ബെന്നി. എനിക്ക് ഈ സമരത്തോട്, ഇത്തരത്തിലുള്ള സമരങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ജനജീവിതത്തിന് വേണ്ടിയാണ് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ഇത്തരം പ്രായോഗികമല്ലാത്ത സമരങ്ങളോട് സാധാരണ ജനങ്ങൾ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഏത് പാർട്ടി ഏത് സമരങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ല ജനങ്ങൾ നോക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 12 സംഘടനകളാണ്, ട്രേഡ് യൂണിയനുകളാണ് സമരത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഉയർന്ന സംഘടനകളായ AITUC, INTUC, CITU അതുപോലുള്ള തൊഴിൽ സംഘടനകൾ രാജ്യത്തിന് ആവശ്യം തന്നെയാണ്. തൊഴിൽ പ്രശ്നങ്ങളിൽ സമരങ്ങളിൽ നേടി ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച സംഘടനകൾ തന്നെയാണ്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഇവരിവിടെ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ പണിമുടക്കെന്നാണ് പറയുന്നത്. ഞാൻ ഡൽഹിയിൽ 22 വർഷം ജോലി ചെയ്ത ആളാണ്. ഇന്നുവരെ
അവിടെ ഒരു സമരങ്ങളും ഞാൻ കണ്ടിട്ടില്ല. 22 വർഷം കമ്പനി ജോലി ചെയ്ത് ആ കമ്പനിയിൽ ജോലി ചെയ്തപ്പം ഒരു മിനിറ്റ് പോലും വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല. അതാണ് ബെന്നി. അവിടെ മാത്രമല്ല, ഡൽഹി മാത്രമല്ല, ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോലും ഈ വിധത്തിലല്ല സമരം നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. അല്ലെങ്കിൽ മറ്റെവിടെയും ഇപ്പോൾ മുംബൈയിൽ അങ്ങനെയല്ല നടക്കുന്നത്, ഗോവയിൽ അങ്ങനെയല്ല നടക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ബെന്നി വിളിച്ചതിൽ. ശ്രീ ജിജോ കാസർഗോഡ് ഒന്നും ചേരുന്നുണ്ട്. ജിജോ, നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ ഒന്ന് കാസർഗോഡിൽ നിന്നുള്ളതാണ്. ആ യുവാവ് ഒരു ബൈക്ക് ഓടിച്ചു വരുന്ന സമയത്ത് ആളുകൾ തടയുന്നു. എന്നിട്ട് ആളുകൾ തടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷത്തിനിടയിൽ അയാൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. താൻ ആരടാ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡ് നിന്നുമുള്ള ആ ദൃശ്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് അത് കോഴിക്കോട് നിന്നുള്ളതാണ്. പോലീസിന്റെ മുന്നിൽ വെച്ച് വാഹനത്തിന്റെ കാറ്റൂരി വിടുന്നു. എന്താണ് ജിജോയുടെ പ്രതികരണം? അത് തന്നെയാണ് ഇവർ പറയുന്നത്. സമരങ്ങൾ പൂർണ്ണമായും വിജയിച്ചു, കേരളത്തിൽ സംസ്ഥാനത്ത് വിജയിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വിജയിക്കുന്നത്? കാരണം ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇത്ര അക്രമം വെച്ചു പേടിച്ചിട്ടാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നത്. കാരണം ഞാൻ പറയാം, ഇന്ന് സ്വയമേ എല്ലാവരും അവനവന്റെ രീതിയിൽ സമരം ചെയ്യേണ്ടതിന് ചെയ്യാം, അല്ലാത്തവർക്ക് പണിക്ക് പോകാന്നുള്ള ആ ഇത് വന്നിട്ടുണ്ടെങ്കിലോ എത്ര ആൾ ഈ സമരത്തിൽ പങ്കെടുക്കുമായിരുന്നു? എന്നിട്ട് പറയുന്നു ഇവിടെ വികസനം വരും, വ്യവസായികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇത് കണ്ടിട്ടല്ല ഈ വ്യവസായികൾ വരേണ്ടത്. എവിടെയാണ് എല്ലായിടത്തും? ഇപ്പം തിരുവനന്തപുരത്ത് കണ്ടില്ലേ, ഒരു ഹോസ്പിറ്റലിൽ കേസ് വരെ തടഞ്ഞില്ലേ? ഇതാണ് ഈ കാസർഗോഡ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. അവിടെ പണി നടക്കുന്നു. അവിടെ ഇപ്പം പണി നടക്കല്ലേ? അതിന്റെ ദൃശ്യങ്ങളുണ്ട്, അതിന്റെ ദൃശ്യങ്ങളും കാണിക്കാം. ഏതായാലും വളരെയധികം നന്ദി വിളിച്ചതിൽ, അഭിപ്രായം അറിയിച്ചതിൽ. ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യമാണ്. ഈ ദൃശ്യമാണ് അതെന്ന് പറയുന്നത്. നാട് മുഴുവൻ റോട്ടിലിറങ്ങി സമരം ചെയ്യുന്ന ആളുകൾ വാഹനം തടഞ്ഞ് കാറ്റൂരി വിട്ട് ചില്ലടിച്ച് തകർക്കുമ്പോഴാണ് പാർട്ടി കോൺഗ്രസിന് വേണ്ടി CPM പാർട്ടി കോൺഗ്രസിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന് ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണമുണ്ട്. അത് അന്യസംസ്ഥാനത്തു നിന്നും വന്നിട്ടുള്ള ആളുകളാണ്, അവർ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് MV ജയരാജൻ പറഞ്ഞത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്കവിടെ അവർ ജോലി ചെയ്യുന്നത് കാണാം. വളരെയധികം നന്ദി ശ്രീ ജിജോ വിളിച്ചതിൽ. ശ്രീ ഉമ്മർ വഴിക്കടവിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഉമ്മറിന്റെ പ്രതികരണം എന്താണ് ഉമ്മർ ഈ വിഷയത്തിൽ? ദേശീയ പണിമുടക്കാണല്ലേ നടക്കുന്നത്. ഇപ്പൊ ജയരാജൻ സാർ പറഞ്ഞത് എന്താ, ദേശീയ പണിമുടക്കിൽ അല്ലാതെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നാണ്. അന്യ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ദേശീയ ഈ കേരളത്തിന്റെ പുറത്താണ് ദേശം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ വഴിക്കടവിൽ നിന്ന് 14 കിലോമീറ്റർ അപ്പുറം തമിഴ്നാട്. അവിടെ യാതൊരു പ്രശ്നമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്നത്? എന്താണിത്? വർഷാവർഷം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടി ഈ വർഷം പൂർവാചന ശക്തിയോടെ നടത്തുന്നു. എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇന്ന് നിലമ്പൂർ ബാങ്ക് തുറന്നിട്ടുണ്ട്. SBIയുടെ ബാങ്ക് അവർ സമരത്തില്ല എന്ന് പറഞ്ഞാൽ തുറന്നു. അവിടെ വന്ന് അടപ്പിക്കുന്ന രംഗം കാണുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ പോയതാണ്. നമ്മൾ പോകാൻ പോയത് എമർജൻസി ഉണ്ടായിരുന്നു, അങ്ങനെ പോകേണ്ടി വന്നു. അങ്ങനെ പോയപ്പോൾ നിലമ്പൂർ SBI വന്ന് അടപ്പിക്കുന്ന രംഗം കണ്ടു. എന്തിനാണ് കളിച്ചേൽപ്പിക്കുന്നത്? ഇന്ന് നിലമ്പൂർ എമർജൻസി ആയിട്ട് കണ്ട വണ്ടികൾ പാസ്സാക്കേണ്ട ആൾക്കാരും അവരും ഇവരൊക്കെ വന്നിട്ടാണ് CDMന്റെ പൈസ ഇടാൻ വേണ്ടി വന്നതാണ്. നടന്നില്ല. ഞങ്ങളൊക്കെ തിരിച്ചു പോയത്. ഞങ്ങൾ തമിഴ്നാട് ഗൂഡല്ലൂർ പോയിട്ടാ പൈസ ഇട്ടത്. യാതൊരു പ്രശ്നമില്ല. ഗൂഡല്ലൂർ SBI ബാങ്ക് പോയി പൈസ ഇട്ട് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി. അതാണ് തമിഴ്നാട്ടിലേക്ക് തൊട്ടപ്പുറത്തേക്ക് പോയാൽ എന്തും നടക്കും. ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം. വളരെയധികം നന്ദി. ശ്രീ ജിതിൻ പാലക്കാട് നിന്നും ചേരുന്നു. ജിതിൻ, ഇത് തന്നെയാണ്, ജിതിനും പാലക്കാടാണല്ലോ. തീർച്ചയായും തൊട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ആ വാളയാർ കടന്ന് അങ്ങോട്ട് പോയാൽ കാര്യങ്ങൾ നടക്കും. വാളയാറിന് ഇപ്പുറത്തേക്കാണെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. എന്താണ് ജിതിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്നെന്താ വെച്ചാൽ ഇത് ഒരു ദേശീയ പണിമുടക്കൊന്നുമല്ല. കാരണം ദേശീയ തലത്തിൽ ഇതിനൊരു പണിമുടക്ക് തന്നെ ഇല്ല. ആ കേരളത്തിൽ മാത്രമേ പണിമുടക്കുള്ളൂ. ഇത് ശരിക്കും സമരമല്ല, ഒരു സമര ആഭാസമാണ് ചെയ്യുന്നത്. കാരണം സാധാരണക്കാർ, ഇപ്പൊ സർക്കാർ ജോലിക്കാര് അവധി എടുക്കുന്നു, അവർക്ക് ശമ്പളം പോകുന്നില്ല. പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അവർ ശമ്പളം പോകുന്നത് സാധാരണക്കാരന് മാത്രമാണ്. അതായത് അന്നന്ന് ജീവിതം കഴിയുന്ന വ്യക്തികളുടെ മാത്രമാണ് നഷ്ടം വരുന്നുള്ളൂ. മറ്റ് സർക്കാർ ജോലിക്കാർക്ക് നഷ്ടമില്ല. അവർക്ക് വേണ്ടി ശമ്പളം കൊടുക്കും. ഹൈക്കോടതി ഇടപെടണം. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെടണം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെടണം. ഇത് സമരത്തിന് ആഹ്വാനം ചെയ്ത ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല, അവർ സമരം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. 2 ദിവസമാണ് സമരം ചെയ്യുന്നത്. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ പ്രതിഷേധിക്കാം, കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ 2 ദിവസം ആളുകളെ ഇങ്ങനെ അടച്ചിടണോ എന്നുള്ളതാണ് വിഷയം. ശരിയാണ്. ഈ സമരത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇതിൽ ആഹ്വാനം ചെയ്ത സംഘടനകളുടെ ആസ്തി നിന്ന് മരവിപ്പിക്കണം. ഇന്നൊരു ഓട്ടോയില് കോഴിക്കോട് ഒരു സ്ത്രീക്ക് കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. കാരണം ആ കുട്ടിയും ആ അമ്മയും
അവർ ഫാമിലിയെ പോകുമ്പോഴാണ് വോട്ട് അതാർക്കപ്പെട്ടിരിക്കുന്നത്. അവർക്കെതിരെ ആ സംസ്ഥാന ആ ജില്ലയിലെ പാർട്ടി ആ നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ സ്വത്തിൽ നിന്ന് അവർക്കൊരു വീതം കൊടുക്കണം. വളരെയധികം നന്ദി ജിതിൻ. ശ്രീ ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, 4824 പേർ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ്. അവിടെ ഇന്ന് എത്തിയത് ആകെ 32 പേർ മാത്രമാണ്. അവിടെയുള്ള ഈ 4824 പേരിൽ ഈ 32 പേർ അടക്കം എല്ലാവർക്കും ശമ്പളം കിട്ടും. നാളെ വന്നിട്ടില്ലെങ്കിൽ നാളെയും ശമ്പളം കിട്ടും. അതേ സമയത്ത് നോക്കുക, ഇപ്പോൾ ജോസഫിന് അറിയാവുന്ന തൊട്ടപ്പുറത്തുള്ള ഒരു തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ഒരാൾ, മീൻ കച്ചവടത്തിന് പോകുന്ന ഒരാൾ, കട നടത്തുന്ന ഒരാൾ, അവർക്കൊന്നും നാളെയും ഇന്നും പണിയെടുത്തിട്ടില്ലെങ്കിൽ പൈസ കിട്ടില്ല. പാവങ്ങളാണ്. അതൊക്കെ കാണണ്ടേ? എന്ത് തോന്നുന്നു? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സമരം ആവശ്യമാണ്. അതേസമയം അതിന്റെ പ്രയോഗത്തിൽ വരുന്ന തെറ്റുകൾ നമ്മൾ കാണുന്നു, നമ്മളതിനെ എതിർക്കുന്നു. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടയുന്നത് തെറ്റാണ്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽ എതിർത്ത് പറയുന്ന ആളുകളുടെ തന്നെ ആളുകളും എല്ലാവരും പാതിരിമാര് വരെ സമരം എടുത്തിട്ടുണ്ട്. കത്തിക്കുന്ന സംഭവം ഉണ്ടായില്ലേ? ആ ശബരിമല വിഷയത്തിൽ 12 ഹർത്താല്, തുടർച്ചയായി 2 ദിവസം ഹർത്താല്, 3 മണി പുലർച്ചയ്ക്ക് വരെ പ്രഖ്യാപിച്ച ഹർത്താലുണ്ട്. അതിന്റെ വക്താക്കളൊക്കെ ഇനിയിപ്പോ ഇതിന് പുണ്യം പറയുന്ന എല്ലാവരും കണക്കുന്ന എല്ലാ പാർട്ടിക്കാരും CPM തൊട്ട് BJP കോൺഗ്രസ് ഒക്കെ കാര്യത്തിൽ കണക്കാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ജോസഫ്, ഇപ്പോൾ നമ്മൾ പാർട്ടി ഒന്നും നോക്കണ്ട, ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട ആളുകളെ കണ്ടാൽ മതി. അവർക്ക് പാർട്ടിയില്ല, പാർട്ടി ഉണ്ടാകും, രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷേ അവരുടെയൊക്കെ ജീവിതമാണല്ലോ ഏറ്റവും പ്രധാനം. അതാണ് കൃത്യമായിട്ട് നടക്കേണ്ടത്. വശമുള്ളത് നമ്മൾ നോക്കും. നമ്മൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ. അതും കൂടി നോക്കണം നമ്മൾ. അപ്പോൾ അതേസമയം ഇതിന്റെ പ്രായോഗത്തിൽ ചെയ്യുന്ന തെറ്റുകളെ ഞാൻ നഖശിഖാന്തി എതിർക്കുന്നു. പിന്നെ CPMന്റെ വളരെയധികം നന്ദി ശ്രീ ജോസഫ്. ശ്രീ സഞ്ജയ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. മുംബൈയിൽ നിന്നുമാണ് സഞ്ജയ് വിളിക്കുന്നത്. സഞ്ജയ്, എങ്ങനെയാണ് അവിടുത്തെ സമരമൊക്കെ? ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ? കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണോ സഞ്ജയ്? ഇവിടെ ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. 23 വർഷമായിട്ട് ഞാൻ ബോംബെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ബന്ധോ ഹർത്താലോ ഒരു പ്രശ്നമേ ഒന്നുമില്ല. നാട്ടിലെ TV ന്യൂസ് ചാനലിൽ കാണുമ്പോഴാണ് ഇവിടുത്തെ ഗുണ്ടായിസം, അതായത് ഈ പാർട്ടി നേതാക്കന്മാരും ഈ പാർട്ടി അണികളും ഗുണ്ടകളും നടത്തുന്ന ഈ ആവാസതരം കാണുന്നത്. എന്തൊരു മോശമായിട്ടുള്ള കാര്യം നാട്ടിൽ നടക്കുന്നത്. സാധാരണ ജനങ്ങൾ ഒരുമിച്ച് ഇവരെ അടിച്ചു ഓടിക്കണം നാട്ടിൽ നിന്ന്, എന്നാലേ ആ നാട് നിന്നാവുള്ളൂ. വളരെയധികം നന്ദി. കോയമ്പത്തൂരിൽ നിന്നും ശ്രീ രമണൻ കൂടിയുണ്ട്. ശ്രീ രമണൻ, കോയമ്പത്തൂരിൽ നിന്നുമാണ് വിളിക്കുന്നത്. പാലക്കാട് നിന്നും കേരള അതിർത്തിയിൽ നിന്നും അധികം അകലെയല്ല, ഒട്ടേറെ മലയാളികളുള്ള സ്ഥലവും കൂടിയാണ് കോയമ്പത്തൂർ. അവിടെ ബസ്സുകൾ തടയുകയും കടകൾ അടച്ചിടുകയും തുറന്ന പെട്രോൾ പമ്പുകൾ തല്ലിത്തകർക്കുകയും ഓട്ടോറിക്ഷയുടെ കാറ്റ് ഊരിവിടുകയും റോട്ടിൽ കസേരകൾ നിരത്തി വാഹനം തടയുകയൊക്കെ ചെയ്യുന്നുണ്ടോ ശ്രീ രമണൻ? ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പ്രത്യേകിച്ച് കടകൾക്കോ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ. ഞാനും ഒരു കടയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. പക്ഷെ യാതൊരുവിധ ഹർത്താലിന്റെ ഈ പണിമുടക്കിന്റെ ഒരു രീതി ഇവിടെ ഇല്ല. പിന്നെ ചില വാഹനങ്ങളൊക്കെ റൂട്ടിൽ ചിലപ്പോൾ കുറവുണ്ടെന്നല്ലാതെ ബാങ്കുകളിലൊക്കെ സ്ട്രൈക്കിന് ചെറിയ ബാധിപ്പുണ്ട്. മറ്റുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. കോയമ്പത്തൂരൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നത് യാതൊരു ന്യായീകരണവും ഇല്ലാത്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്. കാരണം ഈ കൊറോണയൊക്കെ 2-2.5-3 വർഷത്തോളം കഴിഞ്ഞ് ജനങ്ങൾ എല്ലാ ദുരിതവും അനുഭവിച്ച് എത്ര പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നടത്തുന്ന പണിമുടക്കിൽ യാതൊരു വിധ ന്യായീകരണമില്ല. കാരണം ഈ 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മണിക്കൂറിന്റെ പ്രശ്നത്തിലെ നമുക്ക് വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും. വളരെയധികം നന്ദി ശ്രീ രമണൻ. സമയമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മുടെ ഭരണകർത്താക്കളൊക്കെ ആവർത്തിച്ച് പറയാറുണ്ട്. സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നീട് അത് വലിയ ബാധ്യതയാകുമെന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ പാവപ്പെട്ടവരുടെ സമരം, പട്ടിണി, ഇന്നിപ്പോൾ റോട്ടിലൂടെ നടന്നു വരുമ്പോൾ ഈ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുടിവെള്ളം പോലും കയ്യിലില്ലാതെ പൊരി വെയിലത്തൊക്കെയാണ് അവർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. ശ്രീ അജിത് കുമാർ എറണാകുളത്തു നിന്നുമാണ് വിളിക്കുന്നത്. അജിത് കുമാർ, എറണാകുളമാണ് നല്ല തിരക്കുള്ള സ്ഥലം, സിറ്റിയൊക്കെയാണ്. പക്ഷേ ഇന്ന് അതൊന്നുമില്ല, പൂർണ്ണ നിശ്ചലമാണ്. എന്താണ് പറയാനുള്ളത് അജിത് കുമാർ? സർ, നമസ്കാരം സർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമര രീതികളൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു ഉത്തരവ് ഇറക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അടിസ്ഥാന വർഗത്തിൽ പെടുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. സാർ കണ്ടില്ലേ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരാളെയാണ് വഴിയിൽ തടഞ്ഞത്. അതുപോലെ ഒരു ഓട്ടോയുടെ കാറ്റ് കുത്തിവിടുകയാണ്. ഇതൊക്കെ സമരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇതൊക്കെ വിജയമാണെന്നാണ് പറയുന്നത്. സാധാരണക്കാരായ ആളുകളെ
റോഡിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ നിത്യജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണോ സർ സമരങ്ങൾ വിജയിക്കുന്നത്? ഇതൊക്കെ എന്നോ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞില്ലേ? ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം? നാളെ എങ്ങനെയാണ് പെട്രോളിനും ഡീസലിനും നാളെ വില കുറയുമോ? കേരളത്തിൽ മാത്രം സമരം ചെയ്തതുകൊണ്ട് ഒരു തരത്തിലും കുറയാൻ പോകുന്നില്ല. ഇത് സമരം എന്തുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും വില കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് പറയുമെങ്കിലും ഇന്ന് രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് പെട്രോളിയം സ്രോതസ്സുകളാണ്. ഇന്ന് ശ്രീലങ്കയുടെ അവസ്ഥ കണ്ടില്ലേ? നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നിങ്ങനെ വില കൂടുന്നതുകൊണ്ട് തന്നെയാണ്. അത് ജനങ്ങളിലേക്ക് ശരിയാണ് അജിത്ത്, വളരെയധികം നന്ദി വിളിച്ചതിൽ. കാരണം ദേശീയ തലത്തിൽ പെട്രോളിന് വില കൂടിയപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും കുറച്ചപ്പോൾ നമ്മൾ അത് കുറയ്ക്കാനും തയ്യാറായില്ല. കാരണം നമുക്കും വരുമാനമൊക്കെ വേണം എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം, അതാണ് സത്യവും. അതിനുവേണ്ടി തന്നെയാണ് ഈ വില കൂടുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നുമുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. അനിൽ വയനാട്ടിൽ നിന്നുമാണ്. അനിൽ, വയനാട്ടിൽ എവിടെയാണ്? ഞാൻ സുൽത്താൻ ബത്തേരി. അനിൽ, അവിടെ നിന്ന് വലിയ ദൂരമില്ല. കർണാടകത്തിലേക്ക് വേണമെങ്കിലും തമിഴ്നാട്ടിലേക്ക് വേണമെങ്കിലും അവിടെ നിന്ന് പോകാം. അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? സാറേ, 3 സ്റ്റേറ്റിന്റെയും അതിർത്തിയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി എന്ന ടൗൺ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന താളൂരായാലും തൊട്ടടുത്ത് കിടക്കുന്ന പാട്ടവയൽ എന്ന് പറഞ്ഞാൽ, അതായത് കർണാടകത്തിന്റെ ഒരു ഭാഗമായ തമിഴ്നാട്ടിന്റെ ഒരു ഭാഗമായ പാട്ടവയലും താളൂരൊക്കെ കടകളും മറ്റും തുറന്നിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ബത്തേരി മുനിസിപ്പാലിറ്റിന്റെ പല ഗ്രാമങ്ങളിലും ചില ഷോപ്പുകളും കടകളും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് 2.5 വർഷത്തോളം ഇവിടെ കോവിഡ് എന്ന മഹാമാരി വെച്ചൊരു വ്യാപാരി വ്യവസായികളും ചെറുകിട കച്ചവടക്കാരും വളരെയധികം ബുദ്ധിമുട്ടി. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തുനിന്നോ സഹായങ്ങളൊന്നും കിട്ടിയില്ല. ഇതിൽ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന, ഈ സമരത്തിന്റെ ഏറ്റവും ഗുണം കിട്ടുന്ന പറയുന്നത് സർക്കാർ ജീവനക്കാരാണ്. അവരുടെ ദാർഷ്ട്യമാണ് അവരെ എടുത്തു കാണിക്കുന്നത്. ഇന്നും അവർ പ്രഖ്യാപിച്ചു കണ്ടില്ലേ, നാളെയും കർശനമായ പണിമുടക്ക്, ഇതിനൊരു അതിശക്തമായ സമരപടിയോട് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പൊ ഈ സർക്കാർ ജീവനക്കാർ ആരോടാണ് വെല്ലുവിളിക്കുന്നത്? ഒന്ന് സർക്കാരിനോടാണോ അതോ പൊതുജനങ്ങളോടാണോ എന്നാണ് എന്റെ ചോദ്യം. വളരെയധികം നന്ദി അനിൽ. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് അവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്. ഈ 2 ദിവസം അവരുടെ ശമ്പളം മുടങ്ങുകയുമില്ല. ശ്രീ രാജൻ മുംബൈയിൽ നിന്നും ചേരുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ശ്രീ രാജൻ, മുംബൈയിൽ എവിടെയാ? മുംബൈയിലെ ഞാൻ സയൻ. എങ്ങനെയാണ് അവിടെ സമരമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ബുദ്ധിമുട്ട്? പുറത്തിറങ്ങിയാൽ ഓട്ടോയുടെ കാറ്റൂരി വിടുക, ജനൽ അല്ലെങ്കിൽ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുക, പെട്രോൾ പമ്പിന് കല്ലെറിയുക, അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ അങ്ങനൊന്നുമില്ല സാറേ. ഇവിടെ ഈ BPCL-കാരൊക്കെ സമരം ചെയ്യുന്നുണ്ട്. 1,20,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന BPCL-ലെ തൊഴിലാളികൾ സമരം ചെയ്യുന്ന പറഞ്ഞ് എന്ത് പോക്കൃത്തരമാണ് സാറേ ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്നത്. ഒരു തൊഴിലിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സ്ഥലമാണ് അമേരിക്കയിലൊക്കെ. ഇന്നൊരു കമ്പനി നഷ്ടത്തിലോടിയാൽ അവിടുന്ന് തൊഴിലാളിയെ പിരിച്ചുവിടും, ലാഭത്തിലോടിയാൽ വീണ്ടും ആളെ എടുക്കും. അതുപോലെ തന്നെ ഗൾഫില് 4,000 രൂപയ്ക്ക് ജോലി ചെയ്ത ആളാ, 4,000 ദിറത്തിന് ജോലി ചെയ്ത ആളാ ഞാൻ. എന്റെ കൂടെ ജോലി ചെയ്ത ആളാ നമ്മുടെ നാട്ടിലെ ഒരു മെറ്റൽ കോർപ്പറേഷൻ തുടങ്ങിയത്. CA2-കാരുടെ നിമിത്തം അതിപ്പോ തുറക്കാൻ പറ്റുന്നില്ല. ആ പാവം എനിക്കറിയാം. അങ്ങേരെ അത് അടച്ചുപൂട്ടാൻ പോവാണ്. ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിക്കാൻ കൂടെ ഇത് ഇപ്പൊ വാങ്ങിക്കുന്ന ഈ ശമ്പളത്തിന്റെ പകുതി പൈസക്ക് ജോലി ചെയ്യാൻ 100 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ ബീഹാറിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് 250 രൂപ ശമ്പളം. 2 ലക്ഷം പേരാണ് ബീഹാറിൽ നിന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത്. 800 രൂപയാണ് ശമ്പളം. ഈ കാണുന്ന നമ്മളിപ്പോ ലാഭം നോക്കിയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ CA2-കാർ പറയുന്നത് ഞങ്ങളെ ജോലിക്ക് വെക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അടച്ചു കൂട്ടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, സമരം ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഈ സമരം ഇനി എത്ര മൂത്താലും ഈ മോദി ഇത് നടപ്പാക്കും. ഈ തൊഴിലാളി നിയമങ്ങൾ മുഴുവൻ മാറ്റും. വളരെയധികം നന്ദി ശ്രീ രാജൻ. ഏതായാലും സമരം, ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സമരം വേണം, പ്രതിഷേധം വേണം, എല്ലാം വേണം. പക്ഷേ അത് ഈ ആളുകളെ എല്ലാവരെയും വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിട്ട് കുറേ ആളുകളെങ്കിലും പട്ടിണിക്കിട്ട് അല്ലെങ്കിൽ കാറ്റുരുവിട്ടും വാഹനം അടിച്ച് തകർത്തും സ്ഥാപനങ്ങൾ തകർത്തുമൊന്നും ആകരുത്. ഒരു നല്ല രീതിയിലുള്ള സമരമാണെങ്കിൽ നമുക്കും അതിനെ സ്വീകരിക്കാം. കുറച്ചുകൂടിയൊക്കെ ആളുകൾക്ക് അത് സ്വീകാര്യമായി തോന്നുകയും ആളുകൾ സഹകരിക്കുകയും ചെയ്യാം. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. പണിമുടക്ക് ഇങ്ങനെ വേണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം വേണുഗോപാലുണ്ട് കോഴിക്കോട് നിന്നും. വേണുഗോപാലിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, വി ശിവൻകുട്ടി സംസ്ഥാനത്തെ തൊഴിൽ മന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: സമരങ്ങളിലെ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണ്, അത് ഊതിപ്പെരുപ്പിച്ച് കാണിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന്, ജനങ്ങൾക്ക് ഇന്നത്തെ സമരം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഏതായാലും ഇന്നത്തെ സമരം കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് രാവിലെ മുതൽ ഇതുവരെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. മാത്രമല്ല മന്ത്രി പറയുന്നുണ്ട് അക്രമങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. മന്ത്രി കാണാത്തത് കൊണ്ട് ആയിരിക്കാം. ശ്രീ വേണുഗോപാൽ, എന്താണ് ഇന്നത്തെ പണിമുടക്കിനോട് പറയാനുള്ളത്? വേണുഗോപാൽ, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതൊരു ദേശീയ പണിമുടക്കെന്ന് ഒരിക്കലും ഒരു ആളും പറയരുത്. കാരണം എല്ലാ സ്റ്റേറ്റും ഉണർന്നിരിക്കുമ്പോൾ കേരളം മാത്രം ഇവിടെ അടിച്ചു പൊളിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കന്മാര്, എല്ലാ നേതാക്കന്മാരും. അതാണ് ഇവിടെ പറയേണ്ട പ്രധാന കാരണം. ഇത് ദേശീയ പണിമുടക്കല്ല, ഇത് സംസ്ഥാന പണിമുടക്കാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണത്. ഒന്നത്. രണ്ട്, ലോകം ഈ കൊറോണ വൈറസ് കാരണം 2-2.5 കൊല്ലം അടഞ്ഞു കിടന്നു. ഇപ്പൊ തുറന്നു വരുന്നേ ഉള്ളൂ, പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. ഈ വരുമ്പം ഒരു രാജ്യത്ത് ഇങ്ങനെ 2 ദിവസം തുടർച്ചയായിട്ട് പണിമുടക്ക് പ്രഖ്യാപിച്ച ഒരു രാജ്യം ലോകത്ത് ഇന്ത്യ രാജ്യമല്ലാതെ വേറെ രാജ്യം ഈ നേതാക്കന്മാര് കാണിച്ചു തരട്ടെ. അത് നടപ്പാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളവുമായിരിക്കും. എങ്ങനെ സാർ? അല്ല, പ്രഖ്യാപിച്ചത് ഇന്ത്യ രാജ്യമാണെങ്കിലും നടപ്പാക്കുന്നത് കേരളം മാത്രമായിരിക്കും. തീർച്ചയായും സാർ. എനിക്ക് നേരത്തെ മുംബൈ എന്ന് പറഞ്ഞ എന്റെ ഒരു എന്താ പറയാ ഒരു വ്യക്തിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ആരൊക്കെയോ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, ജനങ്ങൾ കറക്റ്റ് ചെയ്യണം ഇവിടുത്തെ നേതാക്കന്മാരെ എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജെ ആർ പിള്ള കൂടി ചേരുന്നുണ്ട് കൊല്ലത്തുനിന്നും. ശ്രീ ജെ ആർ പിള്ള, അല്പം മുൻപ് നമ്മൾ കാണിച്ച ഒരു ദൃശ്യം, ഒരു വീട്ടമ്മ, 2 മക്കൾ, അവരുടെ ഭർത്താവ് ഓടിക്കുന്ന ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയിൽ 3-4 പേർ, ഇതാണ് അവർ പോവുകയാണ്. ആ ഓട്ടോറിക്ഷയിൽ അവർ പോകുന്ന സമയത്താണ് ഈ വാഹനം തടയുന്നത്. ഇതാണ് ആ വീട്ടമ്മ, 2 മക്കളുമുണ്ട്. അവർ 4 പേരും പോകുന്ന സമയത്താണ് ആ വാഹനം തടയുന്നതും ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ വാഹനത്തിൻ്റെ ചില്ല് അടിച്ചു തകർക്കുകയും അച്ഛനെയും ഒക്കെ വല്ലാതെ അങ്ങേയറ്റം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ ജെ ആർ പിള്ള? എനിക്ക് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു പക്ഷേ ഈ ഓട്ടോക്കാരൻ വന്നത് അവർ മുൻകാലങ്ങളിൽ ഈ 2 ദിവസം പണിമുടക്കുണ്ടെന്നുള്ളത് ഒരു ഏകദേശം 1 വർഷത്തിന് മുമ്പ് നടപ്പാക്കിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 500 രൂപയിലധികം ഗ്യാസിന് ഏകദേശം 1 വർഷത്തിനകത്ത് കൂടി. അതുപോലെ തന്നെ മറ്റു പല കാര്യത്തിനും, അതുപോലെ നമ്മുടെ ഡീസലും പെട്രോളും ഒക്കെ ആണെങ്കിൽ ഏകദേശം 50-40 രൂപ വരെ കൂടി. ഇതിനൊന്നും ആർക്കും പ്രതികരണമില്ല. ഏതെങ്കിലും തരത്തില് ഈ 4 പേര് വന്നത് അക്രമത്തെ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമയത്ത് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ആട്ടോടെ പുറത്തെന്തെങ്കിലും എഴുതി വെക്കാമല്ലോ. വളരെയധികം നന്ദി. ഏതായാലും ആശുപത്രിയിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റൊരു അത്യാവശ്യത്തിന് പോവുക, അത് ആ സമയം വരുമ്പോഴായിരിക്കുമല്ലോ വേണ്ടി വരിക. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ സമരം നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ ആ സമരം നടപ്പാക്കുന്ന രീതിയാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് കാണുന്നത്. ശ്രീ സന്തോഷ് കൂടി ചേരുന്നു പാലക്കാട് നിന്നും. പറഞ്ഞോളൂ സന്തോഷ്, അഭിപ്രായം. സാർ, അത് ജനാധിപത്യത്തിലെ ഇത് ഒരു അത്യാവശ്യ കാര്യം എന്തറിയോ, ഭരണപക്ഷം ഇങ്ങനെ ഡീസൽ പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതിപക്ഷം പ്രതികരിക്കേണ്ട സാറേ. ഇത് ജനാധിപത്യത്തിൽ അത്യാവശ്യമാണ്. റൈറ്റ്, വളരെയധികം നന്ദി. സമരം ജനാധിപത്യത്തിൽ അത്യാവശ്യമാണ്. ശ്രീ ശരത്ത് കൂടി ചേരുന്നു കാസർഗോഡ് നിന്ന്. പറഞ്ഞോളൂ ശരത്ത്. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സർ, രാവിലെ മുതൽ നിങ്ങളെ പോലെയുള്ള മീഡിയകള് ഇന്നത്തെ ന്യൂസുകള് ലൈവായിട്ട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല്, ഇതൊരു ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കാണ്. ഈ പണിമുടക്കിനോടനുബന്ധിച്ച് ഇതിപ്പം കേരളത്തിലെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹർത്താലുകളാണ്. നിങ്ങളുടെ റിപ്പോർട്ടർമാര് തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലുള്ള വീഡിയോസ് എല്ലാം കാണിക്കുന്ന സമയത്ത് അവിടെയെല്ലാം നടക്കുന്നത് പണിമുടക്കാണ്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ആ ആശയവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാര് അവരുടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനാണ് ഈ പണിമുടക്ക് എന്ന് പറയാം. പക്ഷെ സർ, ഇവിടെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവര് കേരളത്തിൽ മാത്രം എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് ഹർത്താലാണ് ഇവിടെ ശരിക്കും നടക്കുന്നുള്ളത്. ശരത്ത്, വളരെയധികം നന്ദി. ഏതായാലും 1997 കേരളത്തിൽ നിരോധിച്ചതാണ്, ഹൈക്കോടതി നിരോധിച്ചതാണ്, അത് സുപ്രീം കോടതി ശരിവെച്ചതാണ് ഹർത്താൽ എന്ന് പറയുന്നത്. അതാണ് പുതിയ രൂപത്തിൽ നമ്മൾ കാണുന്നത്. നേരത്തെ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ തന്നെ പണിമുടക്കുന്നവർക്ക് പണിമുടക്കാം, മറ്റുള്ളവരുടെ പണി മുടക്കിക്കരുത്. വളരെയധികം നന്ദി പ്രേക്ഷകർക്ക്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി KP അഭിലാഷ്. നമസ്കാരം.